വീണ്ടും ഒരു ടൈം പീരീഡിന് ശേഷം ഇന്ത്യൻ ഫുട്ബോളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വളരെയധികം മുൻപന്തിയിൽ നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ചോദ്യം വീണ്ടും ആരാധകർ ഉന്നയിച്ചിരിക്കുകയാണ്. ISL എന്ന് ആരംഭിക്കും എന്നുള്ളൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സാധാരണയായി സീസൺ എൻഡിങ് ടൂർണമെൻ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന സൂപ്പർ കപ്പ് ഇക്കുറി ആദ്യം നടത്തുവാനായിട്ടുള്ള കാരണവും പോരാത്തതിന് പല ക്ലബ്ബുകളും ഡുറൻ കപ്പിൽ നിന്ന് പിന്മാറിയ സാഹചര്യവും ഒക്കെ തന്നെ എല്ലാത്തിനും പ്രധാന കാരണമെന്ന് പറയുന്നത് ISLൻ്റെ ഒരു അൺസർട്ടനിറ്റി ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ടൈം പീരീഡിൽ അല്ലെങ്കിൽ എന്താവും ഇനി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സാഹചര്യം എന്ന് ഒട്ടും തന്നെ മനസ്സിലാവാത്ത സിറ്റുവേഷനാണ് നിലവിലുള്ളത്. കാരണം AFF പുതിയൊരു പ്രോസസ്സ് അല്ലെങ്കിൽ പുതിയൊരു ഓണർഷിപ്പ് കൊമേഴ്ഷ്യൽ റൈറ്റ്സ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കൊടുക്കുവാൻ വേണ്ടിയുള്ള പുതിയൊരു ടെൻഡർ പ്രോസസ്സ് ആരംഭിച്ചിട്ട് ഒരു ബിഡ് പോലും ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. അതായത് നവംബർ 5-ാം തീയതി വരെയായിരുന്നു ഫൈനൽ ഡേറ്റ് ആയിട്ട് അത് ടെൻഡർ പ്രോസസ്സിന് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നത്. അത് നീട്ടി നവംബർ 7-ആയി. എന്നിട്ടും ഒരു ബിഡ് പോലും ലഭിക്കാത്ത വളരെയധികം ഒരു സിറ്റുവേഷനിലൂടെയാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ടോപ്പ് 10 ലീഗായിട്ടുള്ള ISL നടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച ക്ലബ്ബായിട്ടുള്ള മോഹൻ ബഗാൻ അവരുടെ സർവ്വ ആക്ടിവിറ്റികളും ഷട്ട് ഡൗൺ ചെയ്തെന്ന് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമും ഈ ഒരു നയത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സും തങ്ങളുടെ എല്ലാ പ്രോസസ്സുകളും നിലവിൽ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇതിന്ന് ഈ ഒരു കാര്യത്തിൽ അതായത് നിലവിൽ ഇത് 2-ാം തവണയാണ് ISLൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രോസസ്സുകളെല്ലാം തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്നത്. ആദ്യം ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വലിയ അൺസർട്ടനിറ്റി വന്ന സമയത്ത് തന്നെയായിരുന്നു. ആ ഒരു ടൈം പീരീഡിൽ ഷട്ട് ഡൗൺ ചെയ്ത് സൂപ്പർ കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വന്ന് വലിയൊരു കോൺഫിഡൻസ്, അതായത് ISL ഉടൻ തന്നെ ആരംഭിക്കുമെന്ന തരത്തിലുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ തന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് തുടങ്ങുകയും പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുകയും അതായത് വിദേശ താരങ്ങളെയൊക്കെ തന്നെ വിദേശ കോട്ടകളൊക്കെ തന്നെ ഫില്ലപ്പ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് സർവ്വസജ്ജമായിട്ട് തന്നെയായിരുന്നു സൂപ്പർ കപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സൂപ്പർ കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവസാനത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ പുറത്തായി, അതായത് തോറ്റ് പുറത്താവുന്ന സിറ്റുവേഷൻ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നിലവിൽ ഇതാ തങ്ങളുടെ എല്ലാ പ്രോസസ്സുകളും ക്ലബിൻ്റെ എല്ലാ ആക്ടിവിറ്റികളും നിലവിൽ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതേ ഒരു നയത്തിൽ തന്നെയാണ് നിലവിൽ ചെന്നൈയിൻ FC മുമ്പോട്ട് കടന്നു വരുന്നുവെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ബംഗളൂരു FCയുടെ കാര്യത്തിലും ഒരു മാറ്റവുമില്ല. ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് അവരും നിലനിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം പുറമെ നിലവിൽ ഈ ഒരു ബിഡ് പോലും ലഭിക്കാത്ത സാഹചര്യമായതിനാൽ തന്നെ AIFF ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നിലവിൽ ഇറക്കിയിട്ടുണ്ട്. അതായത് ഇന്ന് സെപ്റ്റംബർ അല്ല നവംബർ 9-ാം തീയതി ഒരു മീറ്റിംഗ് കൂടി നിലവിൽ വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു മീറ്റിങ്ങിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ ഒരു മീറ്റിംഗ്, അതായത് ഇന്ന് നടക്കുന്ന ആ ഒരു മീറ്റിംഗ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ISLുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ് ഈ ഒരു മീറ്റിങ്ങിൽ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഇന്നാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. സോ അതിനാൽ തന്നെ ഉടൻ തന്നെ മറ്റ് അപ്ഡേറ്റുകൾ വരുവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. സാധാരണയായിട്ട് ഒക്ടോബറിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിലൊക്കെ ആയിട്ട് തന്നെ ആരംഭിച്ച് വളരെയധികം ഒരു 6 മാസത്തോളമൊക്കെ തന്നെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ടൂർണമെൻറ്റ് തന്നെയായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ISL എന്ന് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ കഴിഞ്ഞു, ഇപ്പോൾ നവംബർ പകുതിയോളം ആവാറായിരിക്കുകയാണ്. സോ ഇതുവരെയായിട്ടും ഇന്ത്യൻ ഫുട്ബോളിലെ പുതിയൊരു കൊമേഴ്ഷ്യൽ പാർട്ണർ ആരാകുമെന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത വരാത്ത സിറ്റുവേഷനാണ് ഉള്ളത്. സോ അതിനാൽ തന്നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യം വളരെയധികം ഒരു പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ കല്യാൺ ചൗബെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ് കുറച്ച് വൈകിയാണെങ്കിലും ISL ആരംഭിക്കുമെന്നുള്ളത്. നിലവിൽ അതിന് പോലും ഒരു വ്യക്തമായ ഉത്തരം നൽകാത്ത സിറ്റുവേഷനാണ് ഉള്ളത്. അതായത് വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നും നിലവിൽ ഉണ്ടാവുന്നില്ല എന്ന് എടുത്തെടുത്ത് പറയേണ്ടതാണ്. സോ എന്തൊക്കെയാണെങ്കിലും കണ്ടു തന്നെ അല്ലെങ്കിൽ വളരെയധികം ഹോപ്പോടെ തന്നെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് നിലവിൽ ആരാധകർക്കുള്ളത്, അല്ലെങ്കിൽ വളരെയധികം ക്ഷമയോടെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം ജനുവരി ഫസ്റ്റ് വീക്കെങ്കിലും ISL ആരംഭിക്കണമെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ട്. നിലവിൽ പല ISL ക്ലബ്ബുകളും കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഓൾറെഡി ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് തങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും. പോരാത്തതിന് ആ ഒരു തരത്തിലേക്കാണ് എല്ലാ ISL ക്ലബ്ബുകളും മാറുന്നത്. അത് മാത്രമല്ല പുതിയൊരു ക്ലബ്ബായിട്ട് പറഞ്ഞിട്ടുള്ള സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി തുടങ്ങിയ ഒരുപാട് ക്ലബ്ബുകൾ പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കടന്നു വരുന്നു. അവർക്കെല്ലാം വലിയൊരു പ്രതിസന്ധിയാണ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ലഭിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. സോ കണ്ട് തന്നെ അറിയേണ്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ എന്താവും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്നുള്ളത്.